ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെട്രിസസ് എന്ന ചാപ്റ്ററാണ്. എന്താണ് മെട്രിസസ് എന്ന് നോക്കാം. മെട്രിസസ് എന്ന് പറയുമ്പോൾ എ മെട്രിക്സ് ഈസ് ആൻ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. ദി നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ആർ കോൾഡ് എലമെന്റ്സ് ഓർ ദി എൻട്രീസ് ഓഫ് ദി മെട്രിക്സ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഈ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് അല്ലേ. നമുക്കൊരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ABCD ഇതൊരു മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് വെച്ചിട്ട് മെട്രിക്സ് എടുക്കാം, അതുപോലെ തന്നെ ലെറ്റേഴ്സ് വെച്ചും മെട്രിക്സ് എടുക്കാം. ഏതൊരു ഡേറ്റയും നമുക്ക് മെട്രിക്സ് രൂപത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഈ മെട്രിക്സിലുള്ള ഓരോ നമ്പറും ഇതൊക്കെ എന്താണ്, എലമെന്റ്സ് ആണ്. ഇതൊരു റെക്ടാങ്കുലർ അറേ ആണ്, അതായത് റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് ഡാറ്റയും ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി അടുത്ത് വരുന്നത് ഈ മെട്രിക്സിന്റെ ഓർഡർ ആണ്. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ മെട്രിക്സ് ഹാവിങ് m rows and n columns ഈസ് കോൾഡ് എ മെട്രിക്സ് ഓഫ് ഓർഡർ m/n. അപ്പോൾ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയുള്ളതാണ് റോ എന്ന് പറയുന്നത്. ഇത് കോളം ആയിരിക്കും. ഇങ്ങനെ താഴോട്ടേക്ക് വരുന്ന, നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ ഇങ്ങനെ താഴോട്ടേക്ക് വരയ്ക്കുന്നത് കോളം ആണ്, ഇങ്ങനെ വരയ്ക്കുന്നത് റോ ആണ്. അപ്പോൾ ഇവിടെ റോ ബൈ കോളം ആണ്, റോ ബൈ കോളം ആണ് നമ്മൾ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെട്രിക്സിന്റെ ഓർഡർ എടുക്കുകയാണ്. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ട് ABCD. ഈ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എത്ര റോസ് ആണ് വരുന്നത്? ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് റോ. ഇവിടെ 2 റോ ഉണ്ട്, അതുപോലെ തന്നെ 2 കോളം ഉണ്ട്. ഇതാണ് കോളം. 2/2. അപ്പോൾ നമ്മൾ ഇതിന്റെ ഓർഡർ ഓഫ് മെട്രിക്സ് എ, ഈ മെട്രിക്സ് എ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എ ഈസ് ഈക്വൽ ടു 2/2 എന്ന് പറയാം. ഇനി നമുക്ക് ജനറലി ഈ ഒരു മെട്രിക്സിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഇത് A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം. ഈ A11 ഇതിലുള്ള ഈ 1 റോയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ 1 കോളത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഓരോ എലമെന്റ്സിലും A12 എടുത്തു കഴിഞ്ഞാൽ A12 ഇവിടെ 1 എന്ന് പറയുന്നത് റോ ആണ്, 2 എന്ന് പറയുന്നത് കോളാണ്. എപ്പോഴും ഫസ്റ്റ് എലമെന്റ് റോ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സെക്കൻഡ് കോളത്തിനെയാണ്. ഇതിന്റെ ഈ താഴെയുള്ള നമ്പർ. അപ്പൊ നമുക്ക് ഇവിടെ ജനറലി എങ്ങനെ പറയാം? A11, A12, A13, A14 എക്സെട്ര AIJ. ഇങ്ങനെ നമുക്ക് ജനറലി ഇങ്ങനെ പറയാൻ പറ്റും അല്ലേ. ഇത് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. അതുപോലെ തന്നെ കോളത്തിനും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി ഇതിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഇവിടെ m റോസ് ഉണ്ട്, അതുപോലെ തന്നെ n കോളം ആണെങ്കിൽ നമ്മൾ ഇതിനെ ജനറലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? m/n, റോ ബൈ കോളം എന്നാണ് പറയാം. ഈ റോയും കോളം ഓർഡർ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം, കാരണം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇത് അറിഞ്ഞിരിക്കണം. ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിന്റെ ഓർഡർ ഒന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഓരോ മെട്രിക്സിന്റെ ഓർഡർ പറയുന്നത്? ഇവിടെയുള്ള മെട്രിക്സ് 30, 25, 25, 31, 27, 26. ഈ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര റോ ഉണ്ട്? 1, 2, 3 റോ ഉണ്ട്. അതുപോലെ തന്നെ 2 കോളം ആണുള്ളത്, അതുകൊണ്ട് 3/2 ആണ് ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനും ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇതിലുള്ള എലമെന്റ്, ഇതിന്റെ ഈ ഓർഡറിന്റെ ആൻസർ ചെയ്താൽ മതി. അതായത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്താൽ മതി. 3 × 2 ആണ് 6. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? 6 എലമെന്റ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 6 എലമെന്റ്സ് ആണുള്ളത്. അപ്പോൾ ഓർഡർ നോക്കി നമുക്ക് എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് എന്നും പറയാൻ കഴിയും. അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് മെട്രിക്സിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. ഡയമെൻഷൻ ഓഫ് എ മെട്രിക്സ് ഈസ് കോൾഡ് ഓർഡർ. ദെൻ ടൈപ്സ് ഓഫ് എ മെട്രിക്സ്. ഇപ്പോൾ ടൈപ്സ് ഓഫ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ മെട്രിക്സിന് ഓരോ ടൈപ്പ് മെട്രിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കോളം മെട്രിക്സ് ആണ്. മെട്രിക്സ് ഈസ് സെഡ് ടു ബി കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. ഒരേ ഒരു കോളം മാത്രമുള്ള ഒരു മെട്രിക്സിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 2, 3 ഇതൊരു കോളം മെട്രിക്സ് ആണ്. അപ്പോൾ ഈ 1, 2, 3 എന്ന് പറയുന്നത് കോളം മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ ഇനി വേറൊരു കോളം മെട്രിക്സ് ചെയ്താണെങ്കിൽ ABC, ഇത് കോളം മെട്രിക്സ് ആണ്. 0, √3, 1/2 ഇതും ഒരു കോളം മെട്രിക്സ് ആണ്. 3 റോസ് ആണുള്ളത്, 1 കോളം ആണ്, അതുകൊണ്ട് 3/1 ആണ്. ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ 4 റോസ് ആണുള്ളത്, 1 കോളം ആണ്, അപ്പോൾ 4/1. ഇവിടെ 3/1. ഇതാണ് ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കോളം മാത്രമേ ഉള്ളൂ.
ഇനി നെക്സ്റ്റ് റോ മെട്രിക്സ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ റോ മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ റോ. ഒരേ ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെയാണ് നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയുന്നത്. റോ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 1/3 ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് സ്ക്വയർ മെട്രിക്സ്. എ മെട്രിക്സ് ഇൻ വിച്ച് ദി നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. ഇവിടെ റോയും കോളവും ഈക്വൽ ആയിരിക്കണം, റോ ഈക്വൽ ടു കോളം ആയിരിക്കണം. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 റോ ആണുള്ളത്, അതേപോലെ തന്നെ 3 കോളം ഉണ്ട്. അപ്പൊ ഇവിടെ 3/3 ഓർഡർ 3/3 ആണ്. ഇവിടെ റോ ഈക്വൽ ടു കോളം ആണ്, അതുകൊണ്ട് തന്നെ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ്. A square matrix B is said to be a diagonal matrix if all its non-diagonal elements are 0. That is, a matrix is said to be a diagonal matrix. ഒരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണൽ, എപ്പോഴും ഏതൊരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു മെയിൻ ഡയഗണൽ ഉണ്ടാകും അല്ലേ. അപ്പൊ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിലെ മെയിൻ ഡയഗണൽ എന്ന് പറയുന്നത് ഇതാണ്, ഇതൊരു മെയിൻ ഡയഗണൽ ആണ്. അപ്പൊ ഈ മെയിൻ ഡയഗണൽ എലമെന്റ്സ്, ഇതിനെ നമുക്ക് പ്രിൻസിപ്പൽ ഡയഗണൽ എന്നും പറയാം. മെയിൻ ഡയഗണലിനെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്നും പറയാം. ഈ ഒരു മെയിൻ പ്രിൻസിപ്പൽ ഡയഗണൽ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. ബാക്കിയുള്ള എലമെന്റ്സ് 0 ആയിരിക്കണം. മെയിൻ ഡയഗണൽ ഒഴിച്ച് ബാക്കി എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ മാത്രമേ അത് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുള്ളൂ. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു 2/2 മെട്രിക്സ് ആണ്, മെട്രിക്സ് ബി എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ ഡയഗണൽ ഇതാണ്, നോൺ ഡയഗണൽ എലമെന്റ്സ് ആണ് ഇവിടെ 0 ആയിട്ട് വന്നത്. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ മാത്രമേ ഇത് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുള്ളൂ. നെക്സ്റ്റ് സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഡയഗണൽ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ സ്കേലാർ മെട്രിക്സ് ഇഫ് ഇറ്റ്സ് ഡയഗണൽ എലമെന്റ്സ് ആർ ഈക്വൽ. ദാറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ സ്കേലാർ മെട്രിക്സ്. ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇതാ ഈ മെട്രിക്സ് ബി എടുത്തു. ഈ ബി എന്ന് പറയുന്ന മെട്രിക്സിലെ സ്കേലാർ എന്ന് പറയുന്നത് ഏതാണ്? -1 ആണ് അല്ലേ. അതായത് -1 എന്ന് പറയുന്ന വേറൊരു സ്കേലാറും ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്തതാണ് ഈ മെട്രിക്സിനെ. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ √3 എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്, അതായത് ഒരു 1 0 0 0 1 0 ആൻഡ് 0 0 1 ഈ ഒരു മെട്രിക്സിനെ √3 എന്ന് പറയുന്ന ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ഇത്. അപ്പൊ ഇവിടെയുള്ള 1 ഒക്കെ എന്താകും? √3 ആയിട്ട് മാറും. മെയിൻ ഡയഗണലിൽ ഉള്ള എല്ലാ എലമെന്റ്സും എന്താവണം? സെയിം ആയിരിക്കണം. ഇത് സെയിം ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമുണ്ട്. നെക്സ്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ്. എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് elements in the diagonal are all 1 and rest are all 0 is called an identity matrix. In other words, the square matrix A equal to matrix Aij n by n is an identity matrix. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് I1 ആണ്, ഇതാണെങ്കിൽ I2, അതായത് സെക്കൻഡ് ഓർഡർ ഉള്ള ഇത് സെക്കൻഡ് ഓർഡറിലുള്ള ഒരു മെട്രിക്സ്. ഇത് 2/2 ആണ്, ഓർഡർ 2/2 ആണ്. ഇതൊരു I2 എന്ന് പറയാം, അതായത് 1 0 0 1 ഇതാണ് നമ്മുടെ I2 എന്ന് പറയുന്നത്. ഇങ്ങനെ I2 കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയാം? സെക്കൻഡ് ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണിത്. ഇവിടെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്താണ്? 1 ആയിരിക്കണം. നേരത്തെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അതിന് എന്ത് പറയാം? സ്കേലാർ മെട്രിക്സ് എന്ന് പറയാം. മെയിൻ ഡയഗണലിലുള്ള എല്ലാം 1 ആണെങ്കിൽ അതിന് ഐഡന്റിറ്റി മെട്രിക്സ് എന്നാണ് പറയാം. ഇനി I3 എടുക്കുകയാണെങ്കിൽ തേർഡ് ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും. 1 0 0 0 1 0 0 0 1 ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതൊക്കെ പ്രിൻസിപ്പൽ ഡയഗണലെല്ലാം 1 ആണ് വരുന്നത്. അപ്പൊ ഇതാണ് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സീറോ മെട്രിക്സ് ആണ്. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ ആ മെട്രിക്സിനെയാണ് നമ്മൾ സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. 0 0 0 ഇങ്ങനെ ഏത് ഓർഡറിൽ എടുത്താലും എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അതിനെ സീറോ മെട്രിക്സ് എന്ന് പറയും. നെക്സ്റ്റ് വരുന്നത് ഈക്വാലിറ്റി ഓഫ് എ മെട്രിക്സ്. ഈക്വാലിറ്റി ഓഫ് എ മെട്രിക്സ് ആണ്. ഇപ്പം നമ്മൾ രണ്ട് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ 2 മെട്രിക്സസ്
A and B are said to be equal if they are of the same order. രണ്ട് മെട്രിക്സിനും സെയിം ഓർഡർ ആയിരിക്കണം. ഇവിടെ ഇപ്പം നമ്മൾ രണ്ട് മെട്രിക്സ് എടുത്തു. ഈ രണ്ട് മെട്രിക്സിനും സെയിം ഓർഡർ ആണ്. ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദി കറസ്പോണ്ടിങ് എലമെന്റ് ഓഫ് ബി. എയിലുള്ള എല്ലാ എലമെന്റ്സിനും എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സിലുള്ള എലമെന്റ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതെന്ത് പറയുള്ളൂ, ഈക്വാലിറ്റി ഓഫ് എ മെട്രിക്സ് എന്ന് പറയുള്ളൂ. ഇപ്പൊ ഈ ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് എലമെന്റ് 2 ആണ്, ഇവിടെയും ഫസ്റ്റ് എലമെന്റ് 2 ആണ്. അതുപോലെ തന്നെ ഇവിടെ 3 3 0 0 1 1 ഇങ്ങനെ ഈക്വൽ ആയിട്ടാണ് വരിക. ഇങ്ങനെ വരുന്നതിനാണ് ഈക്വാലിറ്റി ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ദെൻ ഫൈൻഡ് എക്സ് വൈ സെഡ് ആൻഡ് എ ബി സി. ഇതെല്ലാം ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് നോക്കിയാൽ മതി? രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ, ഇപ്പം നമ്മൾ ഈക്വാലിറ്റിയിൽ പഠിച്ചു, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് എക്സ് ഈക്വൽ ടു -1.5, എക്സ് ഈക്വൽ ടു -1.5 ആൻഡ് വൈ ഈക്വൽ ടു 0, z equal to 2, a equal to √6 and b equal to 3, c equal to 2. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എക്സ് പ്ലസ് 3 z പ്ലസ് 4 2y മൈനസ് 7 മൈനസ് 6 a മൈനസ് 1 0 b മൈനസ് 3 മൈനസ് 21 0 ഈസ് ഈക്വൽ ടു 0 6 3y മൈനസ് 2 മൈനസ് 6 മൈനസ് 3 2c പ്ലസ് 2 2b പ്ലസ് 4 മൈനസ് 21 0. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എ ബി സി എക്സ് വൈ ആൻഡ് ഇസഡ്. ഇവിടെ നമ്മൾ എങ്ങനെ സൊല്യൂഷൻ കാണാം? ഇത് -21 സെക്കൻഡ് എലമെന്റ് ആണ്. ഇനി ഇതിവിടെ നമുക്ക് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണോ എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് കിട്ടും. ഫസ്റ്റ് എലമെന്റ് എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. എക്സ് എത്രയാണ്? ഈ 3 ഇങ്ങോട്ടേക്ക് പോയാൽ ഇത് z plus 4 is equal to 6. Z plus 4 is equal to 6. Then z is equal to 6 minus 4, which is equal to 2. Next, 2y minus 7. 2y minus 7 is equal to 3y minus 2. ഇവിടെ 2yയും 3yയും ഒരുമിച്ചെടുക്കുക. -7ഉം -2 ഒന്നിച്ചെടുക്കുക. ഞാനിവിടെ 2y അവിടെ നിർത്തി, -3y ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇസ് ഈക്വൽ ടു -2 പ്ലസ് 7. ഈ 7 ഇങ്ങോട്ട് പോയാൽ പ്ലസ് 7 ആകും. 2y - 3y - y ഈസ് ഈക്വൽ ടു -2 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ 5. ദെർഫോർ -y ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു -5. അപ്പോൾ സെഡിന്റെ വാല്യൂ കിട്ടി, എക്സ് കിട്ടി, വൈയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് എയും ബിയും സിയും ആണ്. അടുത്തത് a - 1 ഈസ് ഈക്വൽ ടു -3. a ഈസ് ഈക്വൽ ടു -3. ഈ -1 അങ്ങോട്ട് പോയാൽ +1 ആകും, -2. അപ്പോൾ എയുടെ വാല്യൂ -2 എന്ന് കിട്ടി. നമുക്ക് അടുത്തത് ബിയുടെ വാല്യൂ ആണ്. b - 3 ഈസ് ഈക്വൽ ടു 2b + 4. ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ -3 ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവരാം. -4 is equal to 2b. ഈ b ഇങ്ങോട്ടേക്ക് പോയാൽ -b. 2b - b equal to b. -3 - 4 is equal to -7. ബിയുടെ വാല്യൂ -7. ദെൻ സിയുടെ വാല്യൂ കാണണം. 2c + 2 is equal to 0. 2c equal to -2. ഇങ്ങോട്ടേക്ക് പോയപ്പോൾ c equal to -2/2 equal to -1. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കിട്ടി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. എക്സസൈസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.